എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ, ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ ചർച്ച എന്താണെന്ന് ചോദിച്ചാൽ ശ്രീലക്ഷ്മി ഇത് മാത്രമേ ഉള്ളൂ ചർച്ച. പൾസർ സുനി, ശ്രീലക്ഷ്മി ഇപ്പം താരമായിക്കൊണ്ടിരിക്കുന്നവരാണ്. ശ്രീലക്ഷ്മി നമ്മൾ ഇന്നലെ അറിഞ്ഞത് ശ്രീലക്ഷ്മി സിനിമയിലെ സൗണ്ട് എഫക്റ്റ് ആർട്ടിസ്റ്റ് ആണെന്നാണ്. ഇങ്ങനത്തെ ഈ ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു, ഇങ്ങനെ ഈ കുതിരക്കുളമ്പടി അല്ലെങ്കിൽ വാള് ഊരിയെടുക്കുന്ന സൗണ്ട്, അല്ലെങ്കിൽ കർട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്ന സൗണ്ട്, അങ്ങനത്തെ ഉണ്ടാക്കുന്നൊരു അങ്ങനത്തെ വ്യക്തിയാണ്, ആ ജോലിയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നു. പക്ഷേ ശ്രീലക്ഷ്മി പൾസർ സുനിയെ പരിചയപ്പെടുന്നത് കൊച്ചിയിൽ ബസ് കണ്ടക്ടറായിട്ട് പൾസർ സുനി നടക്കുന്ന കാലത്ത് പരിചയമായതാണ്. വെറും ഒൺലി ഫ്രണ്ട്ഷിപ്പ് എന്നാണ് പറയുന്നത്. പക്ഷെ 10 മിനിറ്റ് ഇടവിട്ടൊക്കെ വിളിക്കുന്ന ഡീപ്പ് ഫ്രണ്ട്ഷിപ്പാണ് ഇവർ തമ്മിലുള്ളത്. അപ്പം എനിക്കിത് കേട്ടിട്ട് ഇതിൻ്റെ അകത്ത് ഈ വാർത്തകളിലൂടെ പോകുമ്പോൾ കേൾക്കുന്ന ഒരു വാചകത്തിൽ നമ്മുടെ മനസ്സൊന്ന് നിന്നു പോകുന്ന ഒരു വാർത്ത എവിടാന്നറിയാം. നടിയെ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കാറിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരു നല്ല കാര്യം ചെയ്യാൻ പോവുക, പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് ഇവരോട് പറയുന്നു. ആരോട്? ശ്രീലക്ഷ്മിയോട്. അതിന് തൊട്ട് മുന്നേ അരമണിക്കൂറോ 10 മിനിറ്റോ മുന്നേ ഇങ്ങനെ മെസ്സേജ് അയക്കലും വിളിക്കലും എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവസാനം പൾസർ സുനി പറഞ്ഞ വാചകം കേട്ടോ, ഒരു നല്ല കാര്യം ചെയ്യാൻ പോവുക, പ്രാർത്ഥിക്കണം എന്ന്. അപ്പോൾ ആ നല്ല കാര്യം എന്താണെന്നറിയാൻ വേണ്ടി പിന്നെ വിളിച്ചാണെന്നൊക്കെ പറയുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എൻ്റെ പൊന്നെ, നമ്മളിങ്ങനെ കുത്തിയിരുന്ന് ആലോചിക്കും അത് എന്താ അല്ലേ. ഒരു പെണ്ണിനെ കൊല്ലാക്കൊല ചെയ്യാൻ പോവുക, അതിന് തൊട്ട് മുന്നേ ഫ്രണ്ടിനെ, ഏറ്റവും അടുത്ത, അതും ഒരു സ്ത്രീയാണേ, അവരെ വിളിച്ച് പറയാം ഒരു നല്ല കാര്യം ചെയ്യാൻ പോവാൻ. അപ്പം ശ്രീലക്ഷ്മിയുടെ വാർത്തകളൊക്കെ നമുക്ക് കേട്ടു തുടങ്ങാം. അപ്പോൾ ശ്രീലക്ഷ്മിയുടെ ഹസ്ബൻഡിന് എന്താ പറയാനുള്ളതെന്ന് നോക്കാം. കൊണ്ടുപോയ ആ രാത്രിയിൽ പോലും, ആ സമയത്ത് പോലും വിളിച്ചിരുന്നത് ഈ ശ്രീലക്ഷ്മി ആയിരുന്നു. എന്നിട്ടും ശ്രീലക്ഷ്മി എന്തുകൊണ്ട് ഈ കേസിൽ സാക്ഷിയാക്കിയില്ല എന്ന് പോലും കോടതി ചോദിച്ചു. എനിക്കൊപ്പം ഉള്ളത് ശ്രീലക്ഷ്മിയുടെ ഭർത്താവാണ്. ഞാൻ സംസാരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഐഡന്റിറ്റി പുറത്തേക്ക് വെളിപ്പെടുത്തുന്നില്ല. അദ്ദേഹം പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ പോലീസ് അന്ന് അന്വേഷിച്ചിരുന്നു എന്നാണ്, അല്ലേ? അതെ, ഇതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും ആദ്യം മുതലേ നമുക്കറിയാവുന്ന വിവരങ്ങളും ഫോണും അതിൻ്റെ സിം കാർഡ് ഉൾപ്പെടെ ആദ്യമേ തന്നെ നമ്മൾ പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവരതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം, നമ്മൾ ഇതിനകത്ത് റോളൊന്നും ഇല്ലയെന്ന് അവർ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മളെ പിന്നെ അതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തത്. എന്നിട്ടും നമ്മൾ 2-3 പ്രാവശ്യം വീണ്ടും ഓരോ കാര്യങ്ങൾക്കൊക്കെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരമൊക്കെ നമ്മൾ സഹകരിച്ചിട്ടുമുണ്ട്. ഇതിനകത്ത് എന്താ പൾസർ സുനി എങ്ങനെയായിരുന്നു പരിചയം? ഇത് പരിചയം എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പുള്ളി പണ്ട് ബസ് ഓടിച്ചുകൊണ്ടിരുന്ന ആളാണ്. അങ്ങനെ പരിചയമൊക്കെ ഉണ്ടായിരുന്നു, ഒരു ചെറിയ ഫ്രണ്ട്ഷിപ്പ് പോലെ ഉണ്ടായിരുന്നു. പിന്നെ അന്ന് എന്തോ ഒരു കാര്യം ചെയ്യാൻ പോവാണ്, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് പുള്ളിക്കാരി ക്യൂരിയോസിറ്റിയുടെ പുറത്ത് 2-3 പ്രാവശ്യം വിളിച്ചു, അങ്ങനെയൊക്കെ ആയതാണ്. അന്ന് രാത്രിയിലും ആ ഒരു ഏകദേശം രാത്രി സമയത്തൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് അറിയായിരുന്നു ആളെ പറ്റി. നമുക്ക് ഒരുപാട് ധാരണയൊന്നും ഇല്ല. ആള് അവിടെ ബസ്സിൽ കണ്ട് പരിചയമുണ്ട്, ഇത്രയേ ഉള്ളൂ. ഫോൺ എത്ര ദിവസം പോലീസിന്റെ കയ്യിലുണ്ടായിരുന്നു നിങ്ങളുടെ? ഫോൺ നമ്മൾ തിരിച്ചു മേടിച്ചിട്ടേ ഇല്ല. നിലവിൽ കോടതി അങ്ങനെ ഒരു പേരുണ്ട്, പക്ഷെ അതിൽ കൂടുതൽ അന്വേഷണം നടന്നിട്ടില്ല എന്നതാണ് പറയുന്നത്. ഇങ്ങനെ ഒരാളെ നിരന്തരം വിളിക്കുകയായിരുന്നു, പക്ഷേ ആ സമയത്ത് പോലും വിളിച്ചിരുന്നു. അതിൽ കാര്യമായിട്ടൊരു അന്വേഷണം പോലീസ് നടത്തിയതിൻ്റെ ഒരു രേഖകളൊന്നും കോടതിയിൽ കൊടുത്തിട്ടില്ല, ഇനി അന്വേഷണം നടത്തിയിട്ടില്ല. അതാണ് കോടതി പറഞ്ഞത്. നമുക്കതിനകത്ത് ഒരു റോളും ഇല്ലയെന്ന് അവർക്ക് മനസ്സിലായത് കൊണ്ടായിരിക്കാം. കാരണം നമ്മൾ ഫോണും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫോണും എല്ലാവരുടെ കയ്യിൽ നമ്മളെ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ വന്നത്. എല്ലാ വിധത്തിലുള്ള അന്വേഷണവുമായിട്ട് അന്ന് തന്നെ സഹകരിച്ചു എന്നാണ് ശ്രീലക്ഷ്മിയുടെ കുടുംബം പറയുന്നത്. അന്ന് തന്നെ പോലീസ് ഫോൺ അടക്കം പിടിച്ചെടുത്തിരുന്നു. ആ ഫോൺ ഇപ്പോഴും തിരിച്ചു കൊടുത്തിട്ടും ഇല്ല, അന്വേഷിച്ചിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോഴും ഈ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടെങ്കിലും ഇതൊക്കെ എന്താണ് കോടതിയിൽ എത്താത്തത് എന്നതാണ് ഇപ്പോഴും ഉള്ള ഒരു സംശയം. അപ്പം ശ്രീലക്ഷ്മിയുടെ ഹസ്ബൻഡ് പറയുന്ന ഒരു ചെറിയ പരിചയം, ഒരു ചെറിയ ഫ്രണ്ട്ഷിപ്പേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും അവർക്ക് അറിയത്തുമില്ലായിരുന്നു എന്നാണ്. പിന്നെ കോടതി പറയുന്ന ഈ ഒരു ശ്രീലക്ഷ്മി എന്ന സ്ത്രീയെ പറ്റി കൂടുതൽ പോലീസ് ഒന്നും അന്വേഷിച്ചിട്ടില്ല, അവിടെ നിന്നുള്ള വിവരങ്ങളൊന്നും ഇവർ കോടതി ഹാജരാക്കിയിട്ടില്ല. പക്ഷേ ഇവരിപ്പോൾ പറയുന്നത് ഇവരുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ പിടിച്ചെടുത്തു, സിം കാർഡ് മതിയെന്നായിരുന്നു, പിന്നെ ഫോൺ ഉൾപ്പെടെ മേടിച്ചപ്പോഴും ഫോണൊന്നും തിരിച്ചു തന്നിട്ടില്ല. എല്ലാ പരിശോധനയും എല്ലാ ക്വസ്റ്റ്യൻ ചെയ്തും കഴിഞ്ഞാണ് ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് റോളൊന്നും ഇല്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് പോലീസ് അവോയ്ഡ് ചെയ്ത് വിട്ടതാണ് എന്നാണ്. പക്ഷേ കോടതി അവിടെ സംശയം പറയുന്നുണ്ട്. ബാക്കി കേൾക്കാം. പലതവണ ഈ കുറ്റകൃത്യം നടന്ന ആ രാത്രിയിൽ പോലും ഈ നടി പൾസർ സുനിക്കൊപ്പം ആ വാഹനത്തിൽ ഇരുന്ന സമയത്ത് പോലും ഈ ശ്രീലക്ഷ്മിയെ മെസ്സേജ് അയക്കുകയും വിളിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നതുകൊണ്ടാണ് പോലീസ് വിളിച്ചതെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ വിളിപ്പിച്ച് മൊഴിയെടുക്കുകയും ഒരു അന്വേഷണം എന്ന രീതിയിൽ പോലീസിന്റെ മുന്നിൽ പോയി പലതവണ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും ഇവരുടെ ഫോൺ
പോലീസ് പറഞ്ഞത് സിം കാർഡ് മതിയെന്നാണ്. എന്നാലും ഫോൺ ഉൾപ്പെടെ പോലീസിന് കൈമാറിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതുവരെ ആ ഫോൺ തിരിച്ചു കൊടുത്തിട്ടുമില്ല. അതൊക്കെ ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ കോടതി പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഇതിലൊരു ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞ ആളെ പോലീസ് വിളിച്ചിട്ടുണ്ട്, ഈ പൾസർ സുനി വിളിച്ചിട്ടുണ്ട്. പക്ഷേ ശ്രീലക്ഷ്മി ഇതിൽ സാക്ഷിയാക്കിയിട്ടില്ല. 6 മെസ്സേജ് 7 തവണ വിളിച്ചു, അങ്ങനെയൊക്കെ പറയുന്ന ശ്രീലക്ഷ്മിയുടെ CDR ഡേറ്റ പോലും കൃത്യമായി ഇതിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് കോടതിയിൽ എത്തിച്ച രേഖകൾ പ്രകാരം കോടതി പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഇവർ പറയുന്നത് ഇവരെയൊക്കെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇവരെ വിശദമായി മൊഴിയെടുത്തിട്ടുണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ തിരക്കിയിട്ടുണ്ടായിരുന്നു. ഈ പൾസർ സുനി ഇവിടെ കൊച്ചിയിൽ ബസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്തിരുന്നു. ആ സമയത്ത് ഈ ശ്രീലക്ഷ്മിയുമായുള്ള സൗഹൃദം ഉണ്ടായിരുന്നു. അന്ന് ഈ കുറ്റകൃത്യം നടന്ന അന്ന് പൾസർ സുനി താൻ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എന്താണ് കാര്യമെന്ന് അതിൻ്റെ ഒരു ഉത്കണ്ഠയിൽ വിളിച്ചതാണ്. എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പലതവണ വിളിച്ച് ചോദിച്ചതെന്നാണ് പറയുന്നത് ശ്രീലക്ഷ്മി. അതല്ലാതെ മറ്റ് പൾസർ സുനിയുമായിട്ട് മറ്റ് ബന്ധമോ അടുപ്പമോ ഒന്നുമില്ല, സൗഹൃദം മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാണ്. പിന്നീടാണ് ഇത്ര വലിയ ക്രിമിനലാണ് പൾസർ സുനി എന്നൊക്കെ തിരിച്ചറിയുന്നത്. ഈ കാര്യങ്ങളൊക്കെ പോലീസിനോട് വിശദീകരിച്ചിട്ടുണ്ടെന്നാണ് അവരുടെ ഭാഗം അവർ പറയുന്നത്. ഇതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പോലീസ് എന്ന് അവർ വ്യക്തമായി പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും കോടതിയിൽ എത്തിയിട്ടില്ല എന്നാണ് കോടതി പറയുന്നത്. ഇങ്ങനെയൊക്കെ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ CDR ഡേറ്റ പോലും ആ സമയത്ത് 2 ഫോണുകൾ ശ്രീലക്ഷ്മി ഉപയോഗിച്ചിരുന്നു എന്ന് വരെ കോടതി പറയുന്നു. പക്ഷേ ഇതൊന്നും കോടതിയിലേക്ക് പ്രോസിക്യൂഷൻ വഴി അല്ലെങ്കിൽ പോലീസ് ഇത് കോടതിയിലേക്ക് എത്തിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് പറയുന്ന ഒരു കാര്യം, ഇതിലൊന്നും കാര്യമുണ്ടാവില്ല എന്നതുകൊണ്ടാവാം അവർ കോടതിയിൽ ഈ ശ്രീലക്ഷ്മി എന്ന പേരും അതിൽ കൂടുതൽ അന്വേഷണവും നടത്തി എന്ന കാര്യം കോടതിയെ ധരിപ്പിക്കാത്തതെന്നാണ്. അതായത് ഈ കേസുമായി ശ്രീലക്ഷ്മിക്ക് ഒരു ബന്ധവുമില്ല എന്ന് 6 മെസ്സേജ് 7 തവണ വിളിക്കുകയൊക്കെ ചെയ്തു. നടിക്കൊപ്പം പൾസർ സുനി കാറിൽ ഇരിക്കുന്ന സമയത്ത് വരെ ഈ പെൺകുട്ടി ശ്രീലക്ഷ്മിയുടെ കയ്യിൽ 2 ഫോണും ഉണ്ട്. പക്ഷെ പോലീസ് ഇവരുടെ ഭാഗത്തു നിന്നൊന്നും ഇല്ല എന്നുള്ളതുകൊണ്ട് ഇവരെ അവോയ്ഡ് ചെയ്ത് വിട്ടു. ഇവരിൽ നിന്ന് വലിയ കാര്യമായിട്ടൊന്നും മൊഴി എടുത്തിട്ടില്ല എന്നാണ് കോടതിക്ക് വിശ്വാസമില്ല. എന്നാൽ പോലീസും ഇവരും പറയുന്ന ഇവരെ കാര്യമായിട്ട് ചോദ്യം ചെയ്തു. ഇവർക്ക് ഇതിനകത്ത് ഒരു പങ്കുമില്ല, മാടമൊന്നും ഇവരല്ല എന്നുള്ളത് കൊണ്ട് ഇവരെ വിട്ടു. ഇവർക്ക് പിന്നെ പൾസർ സുനി ഇത്രയും ക്രിമിനലാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പണ്ട് ഞങ്ങൾ കോളേജിൽ പഠിക്കുന്നൊക്കെ കാലത്ത് ഒരു വലിയൊരു -പോയിന്റ് പെൺകുട്ടികൾക്കുണ്ടായിരുന്നേ. ഈ ബസ് കണ്ടക്ടറേയും ബസ് ഡ്രൈവർമാരോടും ഒരു ആരാധന മൂത്ത് വലിയ കുടുംബങ്ങളിൽ നന്നായിട്ട് ജീവിച്ചിരുന്ന എനിക്ക് അനുഭവമുള്ളൊരു കാര്യമാണ്. ഒരു നല്ലൊരു പെൺകുട്ടി ചുമ്മാതെ ബസ് കണ്ടക്ടറെ കയറി പ്രേമിച്ച് ആ ഒരു ലെവലുകളൊന്നും നോക്കാതെ പഠിച്ചുകൊണ്ടിരുന്ന ഏറ്റവും നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി ഞങ്ങളോടെല്ലാം സംസാരിച്ച് എപ്പോഴും അടിച്ച് പൊളിച്ച് നടന്നുകൊണ്ടിരുന്ന ഒരു പെങ്കൊച്ച് ഞങ്ങളൊക്കെ സ്ഥിര യാത്ര ചെയ്യുന്ന ബസ്സിലെ കണ്ടക്ടർ കൂടെ ഒരൊറ്റ ദിവസം ഒളിച്ചോടിപ്പോയി. അത് കേട്ട അന്നത്തെ കാലത്ത് അതൊരു ഞെട്ടലോടെ കേട്ട ഒരു വാർത്ത. ഒളിച്ചോടുക എന്നുള്ളതല്ല, ഒന്നും നോക്കിയിട്ടില്ല, പഠിച്ചതൊക്കെ വെറുതെ ആണെന്ന് പറയാം. കാരണം ആ ബസ് കണ്ടക്ടർ ഈ പറഞ്ഞ പോലെ തന്നെയായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ബസ് കണ്ടക്ടറെ കുറിച്ച് അറിയാം. അയാൾ ഒരു ക്രിമിനൽ ആയിരുന്നു, അല്ലെങ്കിൽ എല്ലാ പെൺകുട്ടികളെയും വായി നോക്കുന്ന ഒരുത്തനായിരുന്നു. ഒരു ഗുണവും മണവും ഇല്ലെന്ന് പറയുന്ന പോലെ ഒരുത്തൻ്റെ കൂടെ ഞങ്ങളൊക്കെ അത്രമേൽ ഇഷ്ടപ്പെടുകയും ആരാധിക്കുകയും ചെയ്യുന്ന പോലത്തെ അത്ര നല്ലൊരു പെൺകൊച്ചു, ഹൈ ഫാമിലിയിലെ കൊച്ച് ചേച്ചിയായിരുന്നു. ഡിഗ്രിക്ക് പഠിച്ചിരുന്ന ചേച്ചിയാണ്. അത്രയും ഇഷ്ടത്തോടെ നോക്കുന്ന ഒരു ചേച്ചിയായിരുന്നു. അന്നത്തെ കാലത്ത് ഫിലിം സ്റ്റാർ പാർവതിയുടെ ഒരു മോഡലായിരുന്നു ആ ചേച്ചി. അതുകൊണ്ട് തന്നെ അങ്ങനെ നോക്കാൻ എൻ്റെ ദൈവമേ, ഒരു ദിവസം കേട്ട ഒരു വാർത്ത ഇന്നും അത് മറക്കില്ല. അതിൽ നിന്ന് മനസ്സിലാക്കണം, ബസ് ഡ്രൈവർ ബസ് കണ്ടക്ടർ പെണ്ണുങ്ങൾക്ക് ഒരു ആരാധനയാകട്ടോ, വല്ലാത്ത ആരാധനയായിരുന്നു ആ കാലത്ത്. ഇത് കേട്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഏതായാലും ഇവർക്കൊരു പങ്കുമില്ലെന്നൊക്കെയാണ് പറയുന്നത്. ഇനിയിപ്പം ശ്രീലക്ഷ്മിയുടെ വോയിസുകളൊക്കെ ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. ഒത്തിരി വോയിസുകൾ ഇപ്പോൾ കേൾക്കാനുണ്ട്, ഒത്തിരി നേരമുള്ള, എന്നാലൊരു കുറച്ചുള്ളത് കേൾക്കാം. ശ്രീലക്ഷ്മി സുഹൃത്തുമായി സംസാരിക്കുന്ന ഓഡിയോയാണ് പോലീസ് സമർപ്പിച്ചത്. നടിയെ ആക്രമിച്ച ദിവസം സുനി ആലുവയിൽ നിന്ന് വിളിച്ചു. നല്ല കാര്യം ചെയ്യാൻ പോവുകയാണ് എന്നും എന്താണെന്ന് ചോദിക്കരുതെന്ന് സുനിൽ പറഞ്ഞുവെന്നും ഈ ഓഡിയോയിൽ പറയുന്നുണ്ട്. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. എന്നെയും കൂടി വിളിച്ചു, ആലുവയിലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും പറഞ്ഞിട്ടുമില്ല. എന്റെ അടുത്ത് ഒരു നല്ല കാര്യത്തിനാ പോണേ, എന്റെ അടുത്ത് ചോദിക്കരുത് എന്താന്നൊന്നും ചോദിക്കരുത്, അങ്ങനെയാ പറഞ്ഞ എന്റെ അടുത്ത് ലാസ്റ്റ്. ഈ ഒരു വാക്ക് പറഞ്ഞതിന് വേണ്ടി മാത്രം അവനെ വേണമെങ്കിൽ ഒരു 12 വർഷം കൂടെ ജയിലിലിടാം. അതായത് എൻ്റെ അടുത്ത് ചോദിക്കരുത്, ഒരു നല്ല കാര്യത്തിനാ പോകുന്നേ, നല്ല കാര്യം ചെയ്യാൻ പോവുക, പ്രാർത്ഥിക്കണമെന്ന്. എന്താണ് ഒരു പെണ്ണിനെ കൊല്ലുക, 3-4 അവന്മാർ കൂടി 5-6 പേര് കൂടി ഒരു പെൺകൊച്ചിനെ റേപ്പ് ചെയ്ത് ഉപദ്രവിച്ച് വീഡിയോ എടുത്ത് ആനന്ദിക്കുന്നതിനെ അവനൊരു നല്ല കാര്യം എന്ന് വിശേഷിപ്പിച്ചതിന് അതിന് കൊടുക്കണം അവനൊരു 12 വർഷം കൂടെ
കിടക്കാൻ വേണ്ടി. അവനാണ് അമ്മയേ ഉള്ളൂ, ഞാനും അമ്മയ്ക്ക് വേറെ ആരുമില്ല. അവിടെ വന്ന പ്രതികൾക്ക് മുഴുവൻ വീട്ടിൽ കുഞ്ഞുണ്ട്, വീട്ടിൽ ഭാര്യയുണ്ട്, വീട്ടിൽ അമ്മയുണ്ട്, എല്ലാ അവന്മാർക്കും ഇതാ പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള വാക്ക് ഉപയോഗിച്ച്, അതായത് അമ്മ പെങ്ങൾ എന്നൊക്കെ പറയുന്ന അല്ലെ കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞ ഭാഷ ഉപയോഗിച്ചതിന് അവനൊരു 12 വർഷം അവന്മാർക്ക് കൊടുക്കണം. കാരണം അവന്മാർക്ക് അങ്ങനത്തെ വികാരങ്ങളോ അല്ലെ അങ്ങനത്തെ ബന്ധങ്ങളുടെ വിലയോ എന്തെങ്കിലും അറിയാമെങ്കിൽ ഇതുപോലത്തെ ഒരു ചെയ്യോ? അപ്പം എല്ലാവരും പല രീതിക്ക് ന്യായീകരിക്കുക. ഞാൻ എന്താണേലും അവൾക്കൊപ്പം എന്ന് പറയുന്ന അവൾക്കൊപ്പം തന്നെയാണ് കേട്ടോ. അതെങ്ങനെ തിരിഞ്ഞു മറിഞ്ഞാലും ഞാൻ ആ ഒരു സൈഡിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇനി അങ്ങനെ ഒരു സംശയം ആർക്കും വേണ്ട. ചിലപ്പോൾ സോഷ്യൽ മീഡിയ കിടക്കുന്ന പല വീഡിയോ എടുത്ത് ചെയ്തെന്നിരിക്കും. ചിലപ്പോൾ അത് ഞാൻ സംസാരിക്കും, നിങ്ങൾക്ക് ഞാൻ ഇനി അവരെ സപ്പോർട്ട് ചെയ്തോ ഇവരെ സപ്പോർട്ട് ചെയ്തോ, അങ്ങനെ ആരെ സപ്പോർട്ട് ചെയ്തില്ല, ഞാൻ അവൾക്കൊപ്പം തന്നെയാണ്. ആ ഒരു നിലപാട് എന്നും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.